കഴിഞ്ഞ LDC മെയിൻസിന് ചോദിച്ച ചോദ്യം കൂട്ടുകാരെ ശ്രദ്ധിക്കുക. ഖാദി ബോർഡ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി 2021 നവംബർ മാസം നടന്ന LDC മെയിൻസിന് ചോദിച്ച ചോദ്യമാണ്. ഖാദി ബോർഡ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി. കൂട്ടുകാരെ, ഒരു റാങ്ക് ഫെയിലും ഇല്ലാത്തൊരു സാധനമാണ്. ഒരു പക്ഷേ ചോദിക്കാൻ കൊള്ളാവുന്ന നല്ല അന്തസ്സുള്ള ചോദ്യമാണ് കൂട്ടുകാരെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ മെന്റർ PSC ലേണിംഗ് ആപ്പ്. കൂട്ടുകാരെ, ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും ആധികാരികതയോടുകൂടി നമ്മൾ മനസ്സിലാക്കി. ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് മനസ്സിലാക്കി. പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ഏറ്റവും ആധികാരികതയോടുകൂടി തന്നെ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ്. കൂട്ടുകാരെ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് 1956 മുതൽ 61 വരെയാണ്. ശ്രദ്ധിക്കുക, രണ്ടാം പഞ്ചവത്സര പദ്ധതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ കാലയളവ് 1956 ഏപ്രിൽ 1 മുതൽ 61 മാർച്ച് 31 വരെ. ഈ കാലയളവിൽ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷ പദവി വഹിച്ചത് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു. നിങ്ങൾക്കറിയാം, പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ആരാണ്? ആസൂത്രണ കമ്മീഷനാണ്. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഈ കാലയളവിൽ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷ പദവി വഹിച്ചത് ആരാണ്? ഗുൽസാരിലാൽ നന്ദ. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാം, 1953 മുതൽ 62 വരെ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായിരുന്നത് ആര് തന്നെയാണ്? ഗുൽസാരിലാൽ നന്ദ തന്നെയാണ്. കൂട്ടുകാരെ, ഏറ്റവും നന്നായി ശ്രദ്ധിക്കുക. രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 4.5%. ഐ റിപ്പീറ്റ്, രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 4.5%. നേടിയ വളർച്ചാ നിരക്ക് 4.27 അല്ലെങ്കിൽ 4.3%. അപ്പോൾ പരാജയപ്പെട്ടൊന്നുമില്ല. എന്നാൽ ഉദ്ദേശിച്ച വളർച്ചാ നിരക്ക് രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് കൈവരിക്കാൻ സാധിച്ചില്ല. ഉദ്ദേശിച്ച വളർച്ചാ നിരക്ക് എന്തുകൊണ്ടാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് കൈവരിക്കാൻ സാധിക്കാതെ പോയത്? കൂട്ടുകാരെ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിദേശ നാണയ കരുതലിൽ ഉണ്ടായ ഇടിവ്. എന്താണ് വിദേശ നാണയ കരുതലിൽ ഉണ്ടായ ഇടിവ്? കൂടാതെ തിരുവനന്തപുരം ജില്ലക്കാർ സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. കൊല്ലം ജില്ലക്കാർ കശുവണ്ടി കയറ്റുമതി ചെയ്യുന്നു. കോട്ടയം ജില്ലക്കാർ നിങ്ങൾക്കറിയാവുന്നതുപോലെ റബ്ബർ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. ഇടുക്കിക്കാർ സുഗന്ധ വ്യഞ്ജനങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. ഈ ഉൽപ്പന്നങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത് ഇൻ ടേംസ് ഓഫ് ഡോളർ. എന്ന് വെച്ചാൽ നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത് എന്തിലാണ്? ഡോളറിലാണ്. ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഗോൾഡ് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടതും എന്തിൽ തന്നെയാണ്? ഡോളറിൽ തന്നെയാണ്. ഇനി നിങ്ങൾക്കറിയാം, ഇന്ത്യ പോലൊരു രാജ്യത്ത് നമ്മൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്, വികസിത രാജ്യം അല്ല. അങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തിൽ ഇറക്കുമതിയാണോ കൂടുതൽ, കയറ്റുമതിയാണോ? എല്ലാ കൂട്ടുകാർക്കും അറിയാം, നമ്മുടെ രാജ്യത്തിൽ കൂടുതലായി വരുന്നത് എന്താണ്? ഇറക്കുമതിയാണ്. സ്വാഭാവികമായും അടുത്തൊരു സംശയം വരും, സാർ അങ്ങനെയാണെങ്കിൽ ഈ ഇറക്കുമതിക്ക് ഡോളർ നമ്മൾ എവിടെ നിന്ന് കൊടുക്കും? ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ മധ്യപ്രദേശിലെ നാസിക്കിൽ ഈ രൂപ അടിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഡോളർ അടിക്കാൻ പറ്റില്ലല്ലോ. ഇതൊരു വിദേശ രാജ്യത്തിന്റെ കറൻസി അല്ലേ. അപ്പോൾ നമുക്കൊരു സംശയം വരും, സാർ ഈ ഡോളർ എവിടെ നിന്നാണ് കിട്ടുന്നത്? 2-3 സോഴ്സുകളുണ്ട്. ഒന്ന്, കയറ്റുമതിയിലൂടെ നമുക്ക് എന്ത് കിട്ടും? ഡോളർ കിട്ടും. മറ്റൊരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങൾ വിദേശത്ത് നിന്നും അയക്കുന്ന പൈസ, അങ്ങനെ നമുക്ക് ഡോളർ കിട്ടും. രണ്ടാമത്തെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് വിദേശത്തിൽ നിന്നും മൂലധന നിക്ഷേപം. എന്ന് വെച്ചാൽ ആമസോൺ പോലെയുള്ള വൻകിട കമ്പനികൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൂലധന നിക്ഷേപം, ഇൻവെസ്റ്റ്മെന്റ് നടത്തണം, അങ്ങനെ നമുക്ക് ഡോളർ കിട്ടും. മൂന്നാമതൊരു സാധ്യത എന്ന് പറയുന്നത് കടം വാങ്ങിക്കുക എന്നുള്ളതാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന്, കയറ്റുമതിയിലൂടെ നമുക്ക് ഡോളർ കിട്ടുന്നു. 2, വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിൽ മൂലധന നിക്ഷേപം നടത്തുന്നത് വഴിയായി നമുക്ക് ഡോളർ കിട്ടുന്നു. മൂന്നാമത്, ഈ പറഞ്ഞതുപോലെ കടം വാങ്ങുന്നത് വഴി നമുക്ക് ഡോളർ കിട്ടുന്നു. നമ്മുടെ സഹോദരങ്ങൾ അയക്കുന്ന പണം വഴി നമുക്ക് ഡോളർ കിട്ടുന്നു. സഹോദരങ്ങൾ അയക്കുന്ന പണം വളരെ കുറവാണ്. പിന്നെ ഈ വിദേശത്തു നിന്നുള്ള മൂലധന നിക്ഷേപം 1991 വരെ, അതായത് പുത്തൻ സാമ്പത്തിക നയം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് വരെ ഈ വിദേശത്ത് നിന്നും മൂലധന നിക്ഷേപം നമ്മൾ അനുവദിച്ചിട്ടില്ല. വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ആമസോൺ പോലെയുള്ള കമ്പനികൾക്ക് എന്തിന് പെപ്സിയും കൊക്കക്കോളയും നമ്മളെ നാട്ടുകാർ എന്നാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്? 90-കൾക്ക് ശേഷമാണ്, 2000-ന്റെ തുടക്കത്തിലാണ്, അല്ലേ? അപ്പോൾ കമ്പനികൾക്ക് മൂലധന നിക്ഷേപം നടത്താൻ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ഡോളർ കിട്ടാനുള്ള ഒരു മാർഗം അടഞ്ഞിരിക്കുകയാണ്. പിന്നെ ഡോളർ കിട്ടാനുള്ള മാർഗം എന്താണ്? ഒന്ന്, കയറ്റുമതി. 2, കടം വാങ്ങിക്കുക.
പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹോദരങ്ങൾ അയക്കുന്ന പൈസ വളരെ കുറവാണ്. അപ്പോൾ കയറ്റുമതി 2 കടം വാങ്ങൽ. കയറ്റുമതിയാണെങ്കിൽ കുറവാണ്. ഈ ഷോർട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. എന്താണ്? ഡോളർ കടം വാങ്ങുക. കൂട്ടുകാരെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് പരാജയപ്പെടാനുള്ള കാരണം വിദേശ നാണയ കരുതലിൽ ഉണ്ടായ ഇടിവ്. ആദ്യമായിട്ട് കേൾക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപക്ഷെ സംശയം ഉണ്ടാവും. അതാണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഡോളറിലുണ്ടായ ഇടിവാണ് ഇവിടെ വിദേശ നാണയ കരുതൽ ഉണ്ടായ ഇടിവെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1956 ഏപ്രിൽ 1 മുതൽ 61 മാർച്ച് 31 വരെ. ഈ കാലയളവിൽ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 4.5%, നേടിയത് 4.27 അല്ലെങ്കിൽ 4.3%. എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ച വളർച്ചാ നിരക്ക് കൈവരിക്കാതെ പോയത്? കാരണം മറ്റൊന്നുമല്ല, വിദേശ നാണയ കരുതലിലുണ്ടായ ഇടിവാണ്. എന്ന് വെച്ചാൽ ഡോളറിന്റെ ശേഖരത്തിലുണ്ടായ ഇടിവ്. കൂട്ടുകാരെ, നമ്മൾ കയറ്റുമതി ചെയ്യുമ്പോൾ ഡോളർ കിട്ടുന്നു, ഇറക്കുമതി ചെയ്യുമ്പോൾ ഡോളർ കൊടുക്കേണ്ടി വരുന്നു. ഇന്ത്യ പോലൊരു രാജ്യത്ത് കയറ്റുമതി എന്നത് കുറവും ഇറക്കുമതി കൂടുതലുമാണ്. എന്ന് വെച്ചാൽ നമുക്ക് എന്നും ദാരിദ്ര്യം ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ത്? ഡോളറിന്റെ ശേഖരം. അപ്പോൾ അതാണ് വിദേശ നാണയ കരുതലിൽ ഉണ്ടായ ഇടിവ് എന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഉൾക്കൊള്ളുന്ന ആശയമാണ്. ശ്രദ്ധിക്കുക കൂട്ടുകാരെ, രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ത് ആശയമാണ് ഉൾക്കൊള്ളുന്നത്? സോഷ്യലിസ്റ്റ് ആശയം. +1 ടെക്സ്റ്റിലും വളരെ നന്നായി പരാമർശിക്കുന്നുണ്ട്. പേജ് നമ്പർ 29 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന +1 ടെക്സ്റ്റിൽ വളരെ ആധികാരികമായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഉൾക്കൊള്ളുന്നത് സോഷ്യലിസ്റ്റ് ആശയമാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഇതിന് ഒരു പിന്നാമ്പുറം കൂടിയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1955 കോൺഗ്രസിന്റെ ഒരു ആവടി സമ്മേളനം നടക്കുന്നുണ്ട്. 55 കോൺഗ്രസിന്റെ ആവടി സമ്മേളനം. അധ്യക്ഷൻ UN ദബ്ബാർ ആണ്. ആരാണ് കൂട്ടുകാരെ? UN ദബ്ബാർ. അപ്പോൾ UN ദബ്ബാർ അധ്യക്ഷനായ 55 കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിൽ ഇങ്ങനൊരു നയം അവർ സ്വീകരിക്കുന്നുണ്ട്. എന്താണ്? സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കണം. കൂട്ടുകാരെ, അപ്പൊ 55 കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിന്റെ അധ്യക്ഷനാരാണ്? UN ദബ്ബാർ. ഈ സമ്മേളനത്തിൽ അവരെന്ത് നയമാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പാസ്സാക്കിയെടുക്കുന്നത്? സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കണം എന്നൊരു നയം സ്വീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ സമ്മേളനത്തിൽ ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നു. അതിനെ തുടർന്ന് ആരംഭിക്കുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതി അതിൽ പരിപൂർണമായും ഉൾക്കൊള്ളുന്ന പദ്ധതികളും ആശയങ്ങളും ഒക്കെ എന്തു തന്നെയായിരിക്കും? സോഷ്യലിസം വളർത്താനുള്ള കാര്യങ്ങളും മുതൽക്കൂട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെ? സ്വാഭാവികമായും അതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ത് ആശയമാണ് ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞത്? സോഷ്യലിസ്റ്റ് ആശയം. കൂടാതെ ശ്രദ്ധിക്കുക, ഇതൊരു വ്യവസായ പദ്ധതിയാണ്. ഇൻഡസ്ട്രിയൽ പ്ലാൻ ഓഫ് ഇന്ത്യ. അപ്പോൾ വാട്ട് ഇസ് സെക്കൻഡ് 5-year പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഇൻഡസ്ട്രിയൽ പ്ലാൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ് ഇസ് കോൾഡ് ആസ് ഇൻഡസ്ട്രിയൽ പ്ലാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വ്യവസായ പദ്ധതി എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട കൂട്ടുകാരെ, ഇന്ത്യയിൽ വ്യാവസായിക പുരോഗതിക്ക് എന്ത് ചെയ്തു? ഇത് മുൻതൂക്കം കൊടുത്തു. എന്ത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. മാത്രമല്ല കൂട്ടുകാരെ, ഗതാഗത മേഖലയിലെ പുരോഗതിക്ക് മുൻതൂക്കം കൊടുത്തു. മറ്റൊന്നാണ് തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതിനും മുൻതൂക്കം കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2, 5, 7 പഞ്ചവത്സര പദ്ധതികളുടെ പൊതു ലക്ഷ്യം ആണ് എന്ത്? ഈ തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതായി. റിപ്പീറ്റ്, 2, 5, 7 പഞ്ചവത്സര പദ്ധതികളുടെ പൊതു ലക്ഷ്യമാണ് എന്ത്? തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത്. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഉൾക്കൊള്ളുന്നത് എന്താശയമാണ്? സോഷ്യലിസ്റ്റ് ആശയമാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ 55 കോൺഗ്രസിന്റെ ആവടി സമ്മേളനം എന്ത് നയമാണ് സ്വീകരിക്കുന്നത്? സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കണം എന്ന നയമാണ് സ്വീകരിക്കുന്നത്. കൂട്ടുകാരെ ഏറ്റവും നന്നായി ശ്രദ്ധിക്കുക, ഈ ആവടി സമ്മേളനത്തിന്റെ അധ്യക്ഷനാരാണ്? UN ദബ്ബാർ. സ്വാഭാവികമായി ഈ സമ്മേളനത്തിന് ശേഷം ആരംഭിക്കുന്ന പഞ്ചവത്സര പദ്ധതി എന്ത് ആശയം തന്നെയായിരിക്കും ഉൾക്കൊള്ളുന്നത്? സോഷ്യലിസ്റ്റ് ആശയം. ദിറ്റ് ഈസ് കോൾഡ് ആസ് ഇൻഡസ്ട്രിയൽ പ്ലാൻ ഓഫ് ഇന്ത്യ. ഇത് ഇന്ത്യയുടെ വ്യവസായ പദ്ധതി എന്നറിയപ്പെടുന്നു. കാരണം മുൻതൂക്കം കൊടുത്തത് എന്തൊക്കെയാണ്? ഈ പറഞ്ഞതുപോലെ വ്യാവസായിക പുരോഗതി, ഗതാഗത മേഖലയിലെ പുരോഗതി, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നീ കാര്യങ്ങൾക്കാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് പോകാം. രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ത് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി PC മഹലാനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇറ്റ് ഈസ് കോൾഡ് ആസ് PC മഹലാനോബിസ് മോഡൽ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ വീണ്ടും പേജ് നമ്പർ 29 +1 ടെക്സ്റ്റ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. +1 നിങ്ങൾക്കറിയാം, SCERT NCERT രണ്ടും കോമൺ ടെക്സ്റ്റ് ആണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തുകൊണ്ടാണ് PC മഹലാനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ PC മഹലാനോബിസ് ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ പ്ലാനിംഗ് അഥവാ വികസന സാമ്പത്തിക ആസൂത്രണം, ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ പ്ലാനിംഗ്
അഥവാ വികസന സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കി. വികസന സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കി. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ PC മഹലനോബിസ് എന്ത് നടപ്പിലാക്കി? ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ പ്ലാനിംഗ് നടപ്പിലാക്കി. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് PC മഹലനോബിസ് എപ്പോഴാണ് നടപ്പിലാക്കിയത്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് നടപ്പിലാക്കിയത്. അതുകൊണ്ട് ഇന്ത്യയിൽ ശരിയായ ആസൂത്രണം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? നല്ല ചോദ്യമാണ്. ശരിയായ ആസൂത്രണം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം രണ്ടാം പഞ്ചവത്സര പദ്ധതി. അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഈ പറയുന്നത് പോലെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നോ അതുപോലെ തന്നെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നോ ചോദിച്ചാൽ ആരാണ്? PC മഹലനോബിസ് ആണ്. അപ്പോൾ PC മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. PC മഹലനോബിസ് ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത്. കാരണം മറ്റൊന്നുമില്ല, അദ്ദേഹം ഈ കാലയളവിൽ വികസന സാമ്പത്തിക ആസൂത്രണം ഡെവലപ്മെന്റൽ ഫിനാൻഷ്യൽ പ്ലാനിംഗ് നടപ്പിലാക്കി. കൂട്ടുകാരെ, അതുകൊണ്ട് ഈ അർത്ഥത്തിൽ ഇന്ത്യയിൽ ശരിയായ ആസൂത്രണം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇദ്ദേഹം രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ മേൽപ്പറഞ്ഞ വികസന സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കിയത് കൊണ്ട് ഇദ്ദേഹത്തെ ആസൂത്രണത്തിന്റെ ശില്പി എന്നും രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നും വിളിക്കുന്നു. മാത്രമല്ല PC മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് രണ്ടാം വ്യാവസായിക നയപ്രഖ്യാപനത്തോടെയാണ് ആരംഭിക്കുന്നത്. കൂട്ടുകാരെ, എന്താണ് വ്യാവസായിക നയപ്രഖ്യാപനം? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് വ്യാവസായിക നയപ്രഖ്യാപനം? ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ, വ്യാവസായിക നയപ്രഖ്യാപനം. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാവുന്നത് പോലെ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഒരു 8 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം വ്യാവസായിക മേഖലയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന ഒരു നയം അവർ വെളിപ്പെടുത്തുകയാണ്. വരാൻ പോകുന്ന ഒരു 8 അല്ലെങ്കിൽ 10 വർഷം വ്യാവസായിക മേഖലയിൽ കേന്ദ്ര സർക്കാർ മുൻകൂട്ടി കാണുന്ന വളർച്ച ഇത്ര ശതമാനമാണ്. ഐ റിപ്പീറ്റ്, ഇത്ര ശതമാനം വളർച്ച ഞങ്ങൾ നേടിയെടുക്കണം. അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ പവർ സെക്ടറിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത് വരാൻ പോകുന്ന 8 വർഷം. അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് സെക്ടറിലാണ്, അല്ലെങ്കിൽ സ്റ്റീലിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ടെക്സ്റ്റൈൽസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, അപ്പോൾ ഏത് സെക്ടറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നത്? വ്യാവസായ മേഖലയിൽ തന്നെ. ഇനി ഈ സെക്ടറിൽ ആരുടെ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി അല്ലെങ്കിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടോ? വിദേശ നിക്ഷേപം അനുവദിക്കുന്നുണ്ടോ? കൂട്ടുകാരെ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം അടുത്തൊരു 10 വർഷത്തേക്ക് വേണ്ടി സർക്കാർ വെളിപ്പെടുത്തുന്ന ഒരു വലിയൊരു സന്ദർഭമാണെന്ത് ഈ വ്യാവസായിക നയ പ്രഖ്യാപനം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഒരു പ്രദേശത്തെ ദാരിദ്ര്യം അകറ്റുന്നത് എന്ന് പറയുന്നത് അവിടുത്തെ വ്യാവസായിക പുരോഗതിയാണ്. അപ്പൊ കേരളത്തിൽ തന്നെ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലാത്തൊരു ജില്ല ഏതാണ്? എറണാകുളമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ദാരിദ്ര്യം കുറവുള്ള ജില്ലയായി എറണാകുളം മാറിയത്? റേഷൻ കടകൾ കൂടുതലുള്ളത് കൊണ്ടാണോ? കൂടുതൽ സപ്ലൈകോ ചെയിനുകൾ ഉള്ളത് കൊണ്ടാണോ? രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടുതൽ സ്വാധീനമുള്ളത് കൊണ്ടാണോ? അതൊന്നുമല്ല. പിന്നെന്താണ്? വ്യവസായങ്ങൾ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് എറണാകുളം കേരളത്തിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള ഒരു ജില്ലയായിട്ട് മാറിയത്. വളരെ സിമ്പിളാണ് കൂട്ടുകാരെ. അപ്പോൾ വ്യാവസായിക നയപ്രഖ്യാപനവും വ്യാവസായിക പുരോഗതിയും അത്രമേൽ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഇതിനെ പലപ്പോഴും എന്തെന്ന് വിളിക്കുന്നു കൂട്ടുകാരെ? എന്തെന്ന് വിളിക്കുന്നു? സാമ്പത്തിക ഭരണഘടന എന്ന് വിളിക്കുന്നു. വ്യാവസായിക നയപ്രഖ്യാപനത്തെ എന്തെന്ന് വിളിക്കുന്നു? സാമ്പത്തിക ഭരണഘടന. വ്യാവസായിക നയപ്രഖ്യാപനത്തെ എന്തെന്ന് വിളിക്കുന്നു? സാമ്പത്തിക ഭരണഘടന എന്ന് വിളിക്കുന്നു. സാമ്പത്തിക ഭരണഘടന വളരെ ഇമ്പോർട്ടന്റ് ആണ് കൂട്ടുകാരെ. ഒന്നാം വ്യാവസായിക നയപ്രഖ്യാപനം എവിടെ എന്നാണ് പ്രഖ്യാപിച്ചത്? 1948 ഏപ്രിൽ 6. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. 8ാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാം വ്യാവസായിക നയപ്രഖ്യാപനം 8ാം ക്ലാസ് പാഠപുസ്തകത്തിൽ 1948 ഏപ്രിൽ 6 നടക്കുന്നു. ഒന്നാം വ്യാവസായിക നയപ്രഖ്യാപനത്തിൽ ഇന്ത്യ എന്താണ് ലോകത്തോട് പ്രഖ്യാപിച്ചത്? ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് എന്ത് ചെയ്തു? ലോകത്തോട് പ്രഖ്യാപിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് എന്ത് ചെയ്തു? ലോകത്തോട് പ്രഖ്യാപിച്ചു. എപ്പോൾ പ്രഖ്യാപിച്ചു? ഒന്നാം വ്യാവസായിക നയപ്രഖ്യാപനം നടത്തുന്നത് വഴിയായി. കൂട്ടുകാരെ, എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ? എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ? ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന പൊതുമേഖലയ്ക്കും
സർക്കാർ നിയന്ത്രിക്കുന്ന പൊതുമേഖലയ്ക്കും സ്വകാര്യ വ്യക്തികൾ നിയന്ത്രിക്കുന്ന സ്വകാര്യ മേഖലയ്ക്കും കൂട്ടുകാരെ തുല്യ പങ്കാളിത്തം കൊടുത്തുകൊണ്ടുള്ള ഒരു സാമ്പത്തിക പുരോഗതി. അപ്പൊ മിക്സഡ് എക്കോണമി പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും തുല്യ പങ്കാളിത്തം കൊടുത്തുകൊണ്ടുള്ള സാമ്പത്തിക പുരോഗതി, ഇതാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് എന്ന് ഒന്നാം വ്യാവസായിക നയപ്രഖ്യാപനത്തിലൂടെ ഇന്ത്യ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് കൂട്ടുകാരെ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാം വ്യാവസായിക നയപ്രഖ്യാപനത്തോടെ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇത് പറഞ്ഞാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് വ്യാവസായിക നയപ്രഖ്യാപനം? വരാൻ പോകുന്ന 8 വർഷം അല്ലെങ്കിൽ 10 വർഷം വ്യാവസായിക മേഖലയിൽ സ്വീകരിക്കാൻ പോകുന്ന നയങ്ങളെ കുറിച്ച് കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തുന്നു. ഇത് അത്രമേൽ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഇതിനെ സാമ്പത്തിക ഭരണഘടന എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ, ഇംഗ്ലീഷിൽ വിളിക്കുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. ഇനി ഒന്നാം വ്യാവസായിക നയ പ്രഖ്യാപനം എന്ന് നടക്കുന്നു? 1948 ഏപ്രിൽ 6 നടക്കുന്നു. ഒന്നാം വ്യാവസായിക നയ പ്രഖ്യാപനത്തിൽ ഇന്ത്യ എന്താണ് ലോകത്തോട് പ്രഖ്യാപിച്ചത്? ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു. എങ്കിൽ പിന്നെ എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ? പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും തുല്യ പങ്കാളിത്തം കൊടുത്തുകൊണ്ടുള്ള സാമ്പത്തിക പുരോഗതി ആണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. അടുത്തത് അങ്ങനെയാണെങ്കിൽ ഓക്കെ, വ്യാവസായിക നയ പ്രഖ്യാപനം അത്രമേൽ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് പലപ്പോഴും ഇതിനെ സാമ്പത്തിക ഭരണഘടന എന്നും വിളിക്കുന്നു. നമ്മൾ കണ്ടതാണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. അടുത്തത് ഈ പറഞ്ഞതുപോലെ രണ്ടാം വ്യാവസായിക നയ പ്രഖ്യാപനം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതാണ്. രണ്ടാം വ്യാവസായിക നയ പ്രഖ്യാപനത്തോടു കൂടിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. കൂട്ടുകാരെ, ഈ രണ്ടാം വ്യാവസായിക നയ പ്രഖ്യാപനം എന്ന് നടക്കുന്നു? 1956 നടക്കുന്നു. എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ? ഇന്ത്യയിൽ വ്യാവസായിക പുരോഗതിക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യയിൽ വ്യാവസായിക പുരോഗതിക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യയിൽ വ്യാവസായിക പുരോഗതിക്ക് തുടക്കം കുറിച്ചു. ഏത്? രണ്ടാം വ്യാവസായിക നയപ്രഖ്യാപനം. സാറേ, ഇന്ത്യയിൽ വ്യാവസായിക പുരോഗതിക്ക് തുടക്കം കുറിച്ചത് എന്താണ്? 1956 രണ്ടാം വ്യാവസായിക നയപ്രഖ്യാപനമാണ് ഇന്ത്യയിൽ വ്യാവസായിക പുരോഗതിക്ക് തുടക്കം കുറിച്ചത്. സാറേ, വേറെന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഇന്ത്യയിലെ വ്യവസായങ്ങളെ ഷെഡ്യൂൾ എ എന്നും ഷെഡ്യൂൾ ബി എന്നും ഷെഡ്യൂൾ സി എന്നും 3 വേർതിരിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ വ്യവസായങ്ങളെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്തു. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ള, റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള, ലാഭസാധ്യതയുള്ള മേഖല അല്ലെങ്കിൽ വ്യവസായങ്ങൾ ആർക്ക് മാത്രമായിട്ട് തീരെഴുതി കൊടുത്തു? ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന പൊതുമേഖലയ്ക്ക് മാത്രമായി. എന്നാൽ അത്ര തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ലാത്ത, അത്ര ലാഭസാധ്യതയില്ലാത്ത വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കുമായി. ആ വ്യവസായങ്ങൾ എവിടെ ഉൾപ്പെടുന്നു? ഷെഡ്യൂൾ ബിയിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഈ സോപ്പ്, ജീപ്പ്, കണ്ണാടി പോലെയുള്ള ഒരു അത്രയും ഇമ്പോർട്ടന്റ് ഇല്ലാത്ത വ്യവസായങ്ങൾ ഷെഡ്യൂൾ സിയിൽ ഉൾപ്പെടുന്നു, സ്വകാര്യ മേഖലയ്ക്ക് മാത്രമായി സംവരണം ചെയ്യുന്നു. കൂട്ടുകാരെ, രണ്ടാം വ്യാവസായിക നയപ്രഖ്യാപനം 1956 നടക്കുന്നു. ഇന്ത്യയിലെ വ്യവസായങ്ങളെ ഷെഡ്യൂൾ എ എന്നും ബി എന്നും സി എന്നും 3 വേർതിരിക്കുന്നു. എയിലെ വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്ക് മാത്രമായി, ബിയിലെ വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും മാത്രമായി, സിയിലെ വ്യവസായങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് മാത്രമായി എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്നു. ഇന്ത്യയിൽ വ്യാവസായിക പുരോഗതിക്ക് തുടക്കം കുറിക്കുന്നു. തീർന്നിട്ടില്ല. ഇന്ത്യയിൽ ലൈസൻസ് രാജ് കൂട്ടുകാരെ, ലൈസൻസ് രാജ്. എന്തിനും ഏതിനും ഒന്ന് കാലനക്കണമെങ്കിലും കൈ അണക്കണമെങ്കിലും എന്ത് ഒരു ബിസിനസ് സംരംഭത്തിന് സർക്കാരിന്റെ ലൈസൻസ് വേണമെന്നൊരു തലത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുചെന്ന് എത്തിച്ചതും ഈ രണ്ടാം വ്യാവസായിക നയ പ്രഖ്യാപനം തന്നെയാണ്. ഗുരു എന്ന സിനിമ മണിരത്നം സംവിധാനം ചെയ്ത അഭിഷേക് ബച്ചൻ ധീരുഭായ് അംബാനിയുടെ ആയിട്ട് അഭിനയിക്കുന്ന, അല്ലെങ്കിൽ ധീരുഭായ് അംബാനിയുടെ കഥ പറയുന്ന അഭിഷേക് ബച്ചൻ നായകനായി വരുന്ന ഒരു സിനിമയിൽ ഇദ്ദേഹത്തെ വിചാരണ ചെയ്യുന്ന ഒരു രംഗമുണ്ട് കൂട്ടുകാരെ. ഈ രംഗത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനായി കമ്മീഷൻ പറയും. അങ്ങനെ അഭിപ്രായം പറയാനായിട്ട് കമ്മീഷൻ പറയുന്ന അവസരത്തിൽ ഒരു ഭാഗം തളർന്നിരിക്കുന്ന അഭിഷേക് ബച്ചൻ പാരലൈസ്ഡ് ആണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് മറുപടി പറയാനായിട്ട് ഇങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ കമ്മീഷനോട് തിരിഞ്ഞു നിന്ന് ഒരു ഡയലോഗ് പറയും. സർ, ദിസ് ആക്ട്, ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നതിന് ഒരു ലൈസൻസ് വേണോ? അത്തരത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ലൈസൻസ് വേണം. അത്തരത്തിൽ ഇന്ത്യയെ കൊണ്ട് ചെന്നെത്തിച്ചത് അല്ലെ? എന്തിനും ഏതിനും സർക്കാർ നിയന്ത്രണം. മറ്റൊരു സിനിമയാണ് മിഥുനം സിനിമ, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ദാക്ഷായണി ബിസ്ക്കറ്റ് തുടങ്ങാൻ പോയ സേനമാധവന്റെ കഥ നിങ്ങൾക്കറിയാം. എന്തിനും ഏതിനും അവിടെ ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി അത് കൊണ്ടുപോവാ.
ഇനി ഇവിടെ നിന്ന് ഇത് കൊണ്ടുപോകുമ്പോഴത്തെ നീ മറ്റത് വാങ്ങിച്ചാലോ അത് കൊണ്ടുപോവുക. അത്തരത്തിൽ ഒരു 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 ചുവപ്പ് നാടയിൽ ഇന്ത്യ കൊണ്ടു ചെന്ന് എത്തിച്ചതും ഈ രണ്ടാം വ്യാവസായിക നയ പ്രഖ്യാപനം തന്നെയാണ് കൂട്ടുകാരെ. അപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക, ഇന്ത്യയിൽ വ്യാവസായിക പുരോഗതിക്ക് തുടക്കം കുറിച്ചു, വ്യവസായങ്ങളെ എ എന്നും ബി എന്നും സി എന്നും വേർതിരിച്ചു. അതുപോലെ ഇന്ത്യയിൽ ലൈസൻസ് രാജിനും തുടക്കം കുറിച്ചു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇന്ത്യയിൽ ലൈസൻസ് രാജിന് വഴിതെളിച്ചു, നമ്മൾ നേരത്തെ കണ്ടതാണ്. അടുത്തത് കഴിഞ്ഞ LDC മെയിൻസിന് ചോദിച്ച ചോദ്യം. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഖാദി ബോർഡ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി 2021 നവംബർ മാസം നടന്ന LDC മെയിൻസിന് ചോദിച്ച ചോദ്യമാണ്. ഖാദി ബോർഡ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി. ഒരു സംശയം വേണ്ട കൂട്ടുകാരെ, ഖാദി ബോർഡ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. കാരണമുണ്ട്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആക്ട് പാസ്സാവുന്നത് 56-ലും ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ നിലവിൽ വരുന്നത് 57-ലും. കൂട്ടുകാരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആക്ട് പാസ്സായത് 56-ല്, ഈ കമ്മീഷൻ നിലവിൽ വരുന്നത് 57-ല്. ഖാദി ബോർഡ് വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? പറയടേ, രണ്ടാം പഞ്ചവത്സര പദ്ധതി. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത്, ഇന്ത്യയിൽ വ്യാപകമായി എണ്ണ പര്യവേക്ഷണം. കൂട്ടുകാരെ, ഒരു റാങ്ക് വാല്യൂ ഇല്ലാത്തൊരു സാധനമാണ്, ഒരു പക്ഷേ ചോദിക്കാൻ കൊള്ളാവുന്ന നല്ല അന്തസ്സുള്ള ചോദ്യമാണ് കൂട്ടുകാരെ. ഇന്ത്യയിൽ വ്യാപകമായി എണ്ണ പര്യവേക്ഷണം. എണ്ണ പര്യവേക്ഷണം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഓയിൽ ആൻഡ് എനർജി റിസോഴ്സസ് ഉണ്ട് എന്ന് പറഞ്ഞൊരു ഒരു അന്വേഷണം നടക്കുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കൂട്ടുകാരെ. ഇന്ത്യയിൽ വ്യാപകമായി എണ്ണ പര്യവേക്ഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണെന്നേ. ഇനി ഈ എണ്ണ പര്യവേക്ഷണത്തിന് നേതൃത്വം കൊടുത്ത സ്ഥാപനമാണ് ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കൂട്ടുകാരെ, അന്ന് ഇത്തരത്തിൽ ഈ നമ്മുടെ മിനറൽ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് അന്വേഷണം നടത്തുന്ന സ്ഥാപനമാണല്ലോ ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്നും ഈ ഒരു, അതായത് എനർജി റിസോഴ്സസിന്റെ അന്വേഷണം നടത്താൻ വേണ്ടി, ആ ഉദ്യമം നടത്താൻ വേണ്ടി പ്രത്യേകിച്ച് ONGCക്ക് ഒരു എന്ത് കൊടുക്കുകയാണ്, ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് കൊടുക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ ONGC നിലവിൽ വരുന്നത് 1956-ലാണ് ONGC വരുന്നത്. ഇന്ത്യയിൽ വ്യാപകമായ എണ്ണ പര്യവേഷണത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വന്ന സ്ഥാപനമാണ് ഇത് ONGC. കൂട്ടുകാരെ, ഈ ONGCയുടെ നേതൃത്വത്തിൽ എണ്ണ പര്യവേഷണം നടക്കുന്ന എപ്പോഴാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ. ഇനി ഈ എണ്ണ പര്യവേക്ഷണത്തിന് നേതൃത്വം കൊടുത്തത് ജവഹർലാൽ നെഹ്റുവാണ്. ഇമ്പോർട്ടന്റ് ആണ്, ചുമ്മയല്ല അദ്ദേഹത്തെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. എണ്ണ പര്യവേക്ഷണത്തിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുത്തത് അദ്ദേഹമാണ്. മാത്രമല്ല, ഇതിനെ നമ്മെ സഹായിച്ചത് ആരാണ്? സോവിയറ്റ് യൂണിയൻ. ഉറപ്പായിട്ടും ഈ സ്ലൈഡ് നിങ്ങൾ മറന്നു പോകരുത് കൂട്ടുകാരെ. ഇന്ത്യയിൽ വ്യാപകമായ എണ്ണ പര്യവേഷണം നടക്കുന്നത് എപ്പോഴാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. എണ്ണ പര്യവേക്ഷണത്തിന് നേതൃത്വം കൊടുത്ത സ്ഥാപനം ഏതാണ്? ONGC ആണ്. 1956-ൽ നിലവിൽ വന്നു. കൂട്ടുകാരെ, എണ്ണ പര്യവേഷണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്, അന്നത്തെ പ്രധാനമന്ത്രിയാണ്. കൂട്ടുകാരെ, ഈ എണ്ണ പര്യവേഷണത്തിന് നമ്മെ സഹകരിച്ച അല്ലെങ്കിൽ നമ്മെ സഹായിച്ച രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. സെറ്റ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൈസ്, അടുത്തതിലേക്ക് നമുക്ക് പോകാം. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ സംഭവിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ടു. ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ടത് എന്ന് 1956. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം നിലവിൽ വന്നതെന്ന് 1956 സെപ്റ്റംബർ 1. ആ സ്ഥാപനത്തിന്റെ പേര് LIC. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം LIC നിലവിൽ വന്നത് 56 സെപ്റ്റംബർ 1. ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ടത് 1956. കൂട്ടുകാരെ, ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്തോന്നടേ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ? പാർലമെന്റ് ഒരു നിയമം, ലോ, സ്റ്റാറ്റ്യൂട്ട്, ലോ, നിയമം, സ്റ്റാറ്റ്യൂട്ട് എല്ലാം ഒന്ന് തന്നെ. ആ നിയമം പാസ്സാക്കി ആ നിയമത്തിന്റെ പിൻബലത്തിൽ വരുന്ന സ്ഥാപനങ്ങളെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന LICക്ക് വേണ്ടി പാർലമെന്റ് നിയമം പാസ്സാക്കിയതെന്നാണ് 1956 ജൂൺ 18. ഒന്ന് പറയടേ, 1956 ജൂൺ 18. LICയുടെ ആസ്ഥാനം മുംബൈ, നബാർഡിന്റെ ആസ്ഥാനം മുംബൈ, സെബിയുടെ ആസ്ഥാനം മുംബൈ, SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. കൂട്ടർ LICയുടെ ആസ്ഥാനം മുംബൈ. LICയുടെ ആപ്തവാക്യം എന്താണ്? യോഗക്ഷേമം വഹാമ്യഹം. LICയുടെ ആപ്തവാക്യം
യോഗക്ഷേമം വഹാമ്യഹം. ഒന്നുകൂടെ, യോഗക്ഷേമം വഹാമ്യഹം. LICയുടെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത് സിദ്ധാർത്ഥ മൊഹന്തി. ഐ റിപ്പീറ്റ്, സിദ്ധാർത്ഥ മൊഹന്തി. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1956. LIC നിലവിൽ വന്നത് എന്ന് 1956 സെപ്റ്റംബർ 1. ഇതൊരു ഡാഷ് ബോഡിയാണ്, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അങ്ങനെയെങ്കിൽ ഇതിനു വേണ്ടി പാർലമെന്റ് നിയമം പാസാക്കിയത് എന്ന് 1956 ജൂൺ 18. LICയുടെ ആസ്ഥാനം എവിടെ? മുംബൈ. LICയുടെ ആപ്തവാക്യം എന്തോന്ന്? യോഗക്ഷേമം വഹാമ്യഹം. LICയുടെ നിലവിലെ ചെയർമാൻ ആര്? സിദ്ധാർത്ഥ മൊഹന്തി. എന്താണ്? സിദ്ധാർത്ഥ മൊഹന്തി. ഇന്ത്യയിൽ ദേശീയപാത നിയമം നിലവിൽ വന്നത് എന്ന് 1956. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് വ്യോമഗതാഗതം ദേശസാൽക്കരിക്കപ്പെട്ടത് എന്ന് 1953 ഓഗസ്റ്റ് 1. കൂട്ടുകാരെ, ആ ക്ലാസ് ശ്രദ്ധിച്ച് പഠിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് കൃത്യമായത് ഓർമ്മയിലുണ്ടാകും. ഇന്ത്യയിൽ വ്യോമഗതാഗതം ദേശസാൽക്കരിക്കപ്പെട്ടത് 53 ഓഗസ്റ്റ് മാസം 1. എന്നാൽ ദേശീയപാത നിയമം നിലവിൽ വന്നത് 1956. ഡേ ഒന്ന് പറയടേ. അങ്ങനെയാണെങ്കിൽ റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ആര്? റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ആര്? നിതിൻ ഗഡ്കരി. ഉറക്കപ്പറ, നിതിൻ ഗഡ്കരി. ഒന്നും കൂടെ പറ, നിതിൻ ഗഡ്കരി. ഡേ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം കമ്പനീസ് ആക്ട് ഓഫ് 1956. ഈ പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. ഐ റിപ്പീറ്റ്, ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഏത്? കമ്പനീസ് ആക്ട് ഓഫ് 1956. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഏതാണ് കൂട്ടുകാരെ? അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. അല്ലാതെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 അതല്ല ഏറ്റവും ദൈർഘ്യമേറിയ നിയമം. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം ഈ പറയുന്നതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. കൂട്ടുകാരെ, UGCക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചു. എപ്പോ ലഭിച്ചു? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ലഭിച്ചു. എന്ന് ലഭിച്ചു? 1956 ലഭിച്ചു. ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. UGC നിലവിൽ വന്നത് 53 ഡിസംബർ 28. കൂട്ടുകാരെ, UGCയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ആദ്യത്തെ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നഗർ. നിലവിൽ മമിതള ജഗദീഷ് കുമാർ. പഠിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? UGC. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നും ഇതിന് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ചത് പക്ഷേ 56 ഓർക്കുക. അത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. ദേശീയപാത നിയമം നിലവിൽ വന്ന വർഷം 56. ഡേ റോഡ് ഗതാഗത ഹൈവേ മന്ത്രിയുടെ പേര് നിലവിൽ നിതിൻ ഗഡ്കരി. ഡേ ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ ദൈർഘ്യമേറിയ നിയമം കമ്പനീസ് ആക്ട് ഓഫ് 1956. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണെങ്കിലോ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അവസാനമായി UGCക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി ലഭിച്ച വർഷം 1956. കൂട്ടുകാരെ, കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി 7ാം ഭരണഘടനാ ഭേദഗതി 1956. കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി 7ാം ഭരണഘടനാ ഭേദഗതി 1956. ഒരു തെറ്റുമില്ല കൂട്ടുകാരെ, പഠിക്കുക, ആധികാരികമായിട്ട് പഠിക്കുക. ഈ ഭേദഗതിയെ നമ്മൾ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് എന്നും വിളിക്കുന്നു. ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിന് വേണ്ടി അല്ലെങ്കിൽ 7ാം ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി ശുപാർശ കൊടുത്തത് 1953 നിലവിൽ വന്ന ഫസൽ അലി കമ്മീഷനാണ്. കൂട്ടുകാരെ, ഇവർ എന്തടിസ്ഥാനത്തിൽ ഇന്ത്യയെ പുനഃസംഘടിപ്പിക്കണമെന്നാണ് ശുപാർശ കൊടുത്തത്? ഭാഷാ അടിസ്ഥാനത്തിൽ, ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജസ് എന്ന ശുപാർശയാണ് ഫസൽ അലി കമ്മീഷൻ ശുപാർശ കൊടുത്തത്. അപ്പോൾ കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരാൻ കാരണമായ ഭേദഗതി 56ാമത്തെ 7ാമത്തെ ഭരണഘടനാ ഭേദഗതി 1956. ഇതിൻ പ്രകാരം 56 നവംബർ 1 കേരളവും ബാക്കി 13 സംസ്ഥാനങ്ങളും പിന്നെ 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. ശുപാർശ കൊടുത്തത് ഫസൽ അലി കമ്മീഷൻ. എന്തടിസ്ഥാനത്തിൽ ശുപാർശ കൊടുത്തു? ഈ പറഞ്ഞതുപോലെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കണമെന്ന് ശുപാർശ കൊടുത്തു. ഈ ഫസൽ അലി കമ്മീഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. ഈ ഫസൽ അലി കമ്മീഷനിൽ ആരൊക്കെ ഉണ്ടെന്നറിയാമോ? ഫസൽ അലി ഉണ്ട്,
എൻ ഖുസ്രു ഉണ്ട്, സർദാർ KM പണിക്കർ ഉണ്ട്. സർദാർ KM പണിക്കർ കൂട്ടുകാരെ, കേരളത്തിൽ നിന്നും ഉയർന്നു വന്ന വളരെ പ്രഗത്ഭനായ ഒരു ചരിത്രകാരനാണ് ആര്? സർദാർ KM പണിക്കർ. ഈ ഫസൽ അലി കമ്മീഷനിൽ ആരുൾപ്പെട്ടിരിക്കുന്നു? സർദാർ KM പണിക്കർ ഉൾപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഫസൽ അലി കമ്മീഷൻ ഉൾപ്പെട്ട മലയാളി ആര് എന്നൊരു ചോദ്യം വന്നാൽ ഉത്തരം സർദാർ KM പണിക്കർ. ക്ലിയർ ആണ്, സെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ 56 നവംബർ 1 കേരളവും ബാക്കി 13 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നു. നിലവിൽ വരാൻ കാരണമായ ഭേദഗതി 7ാമത്തെ ഭരണഘടനാ ഭേദഗതി 1956. കൂട്ടുകാരെ ശ്രദ്ധിക്കാമോ? ഏറ്റവും സെറ്റായിട്ട് നിങ്ങൾ പഠിക്കുക. ഈ പറയുന്നത് പോലെ 7ാമത്തെ ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് എന്നാണ്. ഇതിനുവേണ്ടി ശുപാർശ കൊടുത്തത് ഫസൽ അലി കമ്മീഷൻ. ഇത് നിലവിൽ വന്നത് 1953 ഫസൽ അലി കമ്മീഷനെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്നും വിളിക്കുന്നു. ഈ ഫസൽ അലി കമ്മീഷനിൽ ആരൊക്കെയുണ്ട്? ഫസൽ അലി, എൻ ഖുസ്രു, സർദാർ KM പണിക്കർ. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് എങ്കിൽ 1957 ഏപ്രിൽ 1 എന്ത് സംഭവിച്ചു? 1957 ഏപ്രിൽ 1 എന്ത് സംഭവിച്ചു? വെൽത്ത് ടാക്സ് നിലവിൽ വന്നു. ടാക്സിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എത്ര? ടാക്സിനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ എത്ര? ഒന്ന് പറയടേ. 265. വെൽത്ത് ടാക്സ് നിലവിൽ വന്നത് 57 ഏപ്രിൽ 1 2ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ. എന്നാൽ ഇൻകം ടാക്സ് വന്നത് 62 ഏപ്രിൽ 1 2ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലല്ല, 3ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഏത് നിലവിൽ വന്നത്? ഇൻകം ടാക്സ് വന്നത്. വാല്യൂ ആഡഡ് ടാക്സ് വന്നതോ 10ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ 2005 ഏപ്രിൽ 1. എന്നാൽ GST വന്നത് 2017 ജൂലൈ 1. ജൂലൈ 1 12ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. ടാക്സിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 265. വെൽത്ത് ടാക്സ് വന്നത് 57 ഏപ്രിൽ 1. വെൽത്ത് ടാക്സ് 57 ഏപ്രിൽ 1 വന്നു. ഇൻകം ടാക്സ് 62 ഏപ്രിൽ 1 വന്നു. വാല്യൂ ആഡഡ് ടാക്സ് 2005 ഏപ്രിൽ 1 വന്നു. GST 2017 ജൂലൈ 1 വന്നു. വെൽത്ത് ടാക്സ് 57 ഏപ്രിൽ 1 2ാം പഞ്ചവത്സര പദ്ധതി. ഇൻകം ടാക്സ് 62 ഏപ്രിൽ 1 3. വാല്യൂ ആഡഡ് ടാക്സ് 2005 ഏപ്രിൽ 1 10. GST 2017 ജൂലൈ 1 12. കൂടാതെ ശ്രദ്ധിക്കുക. 1957 ജവഹർലാൽ നെഹ്റു ബൽവന്ത് റായ് മെഹ്തയെ നിയമിക്കുന്നു. എന്തിന്? ഗുജറാത്ത് CM ആയിരുന്ന ബൽവന്ത് റായ് മെഹ്തയെ നെഹ്റു എന്തിനാണ് നിയമിക്കുന്നത്? മിസ്റ്റർ മെഹ്ത, നിങ്ങൾ ഇങ്ങ് വരണം. എന്തിനാണ് സാർ ഞാൻ വരേണ്ടത്? മിസ്റ്റർ മെഹ്ത, 1952 ഒക്ടോബർ മാസം 2ാം തീയതി CDP നിങ്ങൾ പഠിച്ചതാണ് 1ാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ. 52 ഒക്ടോബർ 2 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന പേരിൽ ഞാൻ കുറെ പൈസ ചെലവഴിച്ചു മെഹ്തയെ. എടാ മെഹ്ത, 52 ഒക്ടോബർ 2 CDP എന്ന് പറഞ്ഞു ഞാൻ കുറെ പൈസ ചെലവഴിച്ചു. 53 ഒക്ടോബർ 2 നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നും പറഞ്ഞ് ഞാൻ കുറെ പൈസ ചെലവഴിച്ചു. ഇത് വേണ്ട പ്രയോജനം കണ്ടോ എന്ന് നീ പോയി ഒന്ന് പഠിച്ചിട്ട് വാടാ എന്റെ മെഹ്തയെ എന്ന് പറഞ്ഞാണ് നെഹ്റു ആരെ നിയമിക്കുന്നത്? ബൽവന്ത് റായ് മെഹ്തയെ നിയമിക്കുന്നത്. കൂട്ടുകാരെ, ഇദ്ദേഹം പോയി പഠിച്ചു എന്ന് മാത്രമല്ല നല്ലൊരു അസലൊരു റിപ്പോർട്ടും കൊടുത്തു. എന്താണ്? മിസ്റ്റർ നെഹ്റു, ഇതല്ല ഇതിന്റെ അപ്പുറം ചെലവാക്കിയിരുന്നാലും സാധാരണ ജനങ്ങളിൽ എത്താൻ പോകുന്നില്ല. പകരം ഇയാൾ ഒരു സിസ്റ്റം ഉണ്ടാക്കടോ. ഇയാളൊരു സിസ്റ്റം ഉണ്ടാക്കടോ. കൂട്ടുകാരെ, ബൽവന്ത് റായ് മെഹ്ത നൽകിയ ശുപാർശയായിരുന്നു ത്രിതല പഞ്ചായത്ത് സംവിധാനം രൂപീകരിക്കുക എന്നുള്ളത്. നെഹ്റു ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തും ഇടയ്ക്കൊരു ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമങ്ങളെ തുന്നിയോജിപ്പിച്ചുകൊണ്ട് ഒരു ഗ്രാമപഞ്ചായത്തും ഉണ്ടാക്ക്. ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കുക ഇയാള്. എന്നിട്ട് ഈ പദ്ധതികൾ എന്നും പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിക്ക്. വേണ്ട പ്രയോജനം കാണും. അല്ലെങ്കിൽ ഇത് വെറും വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെ ആകുമെന്ന് ആര് ശുപാർശ കൊടുത്തു? നമ്മുടെ മെഹ്ത ശുപാർശ കൊടുത്തു. നെഹ്റുവിന് അത് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നെഹ്റു ത്രിതല പഞ്ചായത്ത് സംവിധാനം നടപ്പിലാക്കാനും തീരുമാനിച്ചു. കൂട്ടുകാരെ, അപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വരുന്നത്? 2ാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. എപ്പോൾ വന്നു? 1959 ഒക്ടോബർ 2 വന്നു. ആര് ഉദ്ഘാടനം ചെയ്തു? ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തു. എവിടെ? രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ
രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്തി രാജ് സ്ഥാപനം വന്നു. ആരുദ്ഘാടനം ചെയ്തു? ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തു. സെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ വന്നത് എവിടെ? അത് 1959 എവിടെ? ആന്ധ്രാപ്രദേശിൽ. എവിടെ? ആന്ധ്രാപ്രദേശിൽ. എവിടെ? ആന്ധ്രാപ്രദേശിൽ. കൂട്ടുകാരെ, ഒന്നാം പഞ്ചവത്സര പദ്ധതി പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 53 ഒക്ടോബർ 1 ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ആന്ധ്ര. എന്നാൽ 56 നവംബർ 1 ആവുമ്പോഴത്തേക്കും 7ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നു. അന്ന് ആന്ധ്ര എന്നുള്ളത് ആന്ധ്രാപ്രദേശായി മാറി. കൂട്ടുകാരെ, ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ദക്ഷിണേന്ത്യയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനം ആദ്യമായിട്ട് വരുന്നത് എവിടെയാണ്? ഈ ആന്ധ്രാപ്രദേശിലാണ്, 1959. അപ്പൊ 57 നെഹ്റു ബൽവന്ത് റായ് മെഹത്തെ നിയമിക്കുന്നു. ഉദ്ദേശം എന്താണ്? 52 ഒക്ടോബർ 2 CDPയെ കുറിച്ച്, 53 ഒക്ടോബർ 2 NES-നെ കുറിച്ച് നീ പോയി ഒന്ന് പഠിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞാണ് നെഹ്റു മെഹത്തെ നിയമിക്കുന്നത്. മെഹത്ത കൊടുത്ത ശുപാർശ എന്തായിരുന്നു? മിസ്റ്റർ നെഹ്റു, താങ്കൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം രൂപീകരിക്കണം. കൂട്ടുകാരെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ്? രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ. എന്ന് വന്നു? 59 ഒക്ടോബർ 2. കൂട്ടുകാരെ, ഇത് ഉദ്ഘാടനം ചെയ്തത് ആര്? ജവഹർലാൽ നെഹ്റു. ദക്ഷിണേന്ത്യയിൽ വന്നത് എവിടെ? ആന്ധ്രാപ്രദേശിൽ. സെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോയാലോ? കൂട്ടുകാരെ ശ്രദ്ധിക്കാമോ? ദക്ഷിണേന്ത്യയിൽ വന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു, ആന്ധ്രാപ്രദേശിലാണ്. അടുത്തത് DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. കൂട്ടുകാരെ, 1958 കാലയളവില് പ്രതിരോധ വകുപ്പിന്റെ കീഴിൽ 3-4 ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ഒന്നാം തരം വാഴകളായിരുന്നത് കൊണ്ട് സർക്കാർ എല്ലാത്തിനെയും വെട്ടി അരിഞ്ഞിട്ട് ഒരൊറ്റ സ്ഥാപനം കൊണ്ടുവരുന്നു. ഇതാണ് DRDO. കൂട്ടുകാരെ, DRDO ആകുന്നത് APJ അബ്ദുൽ കലാം അതിന്റെ ചെയർമാൻ ആകുന്ന സമയത്താണ്. പക്ഷെ ISRO ഒന്ന് കരുത്താർജിച്ചതിന് ശേഷമാണ് DRDO എന്ത് ചെയ്യുന്നത്? കരുത്താർജിക്കാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് APJ അബ്ദുൽ കലാം അതിന്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം. കൂട്ടുകാരെ, DRDO നിലവിൽ വന്നതെന്നാണ് 1958. ഇത് പ്രവർത്തിക്കുന്നത് ഏത് വകുപ്പിന്റെ കീഴിലാണ്? കേന്ദ്ര പ്രതിരോധ വകുപ്പിന്റെ കീഴിലാണ്. DRDO നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ DRDOയുടെ ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി. DRDOയുടെ നിലവിലെ ചെയർമാൻ ആര്? സമീർ വി കമ്മത്ത്. ഉറക്ക ഒന്ന് പറയടേ, സമീർ വി കമ്മത്ത്. ഉറക്കപ്പറ, സമീർ വി കമ്മത്ത്. DRDOയുടെ നിലവിലെ ഡയറക്ടർ ജനറൽമാരിൽ ഒരാളായ മലയാളി വനിതയുടെ പേര് ടെസി തോമസ്. ഐ റിപ്പീറ്റ്, ടെസി തോമസ്. DRDOയുടെ ഡയറക്ടർ ജനറൽമാരിൽ ഒരാളായ മലയാളി വനിതയുടെ പേര് ടെസി തോമസ് എന്നാണ്. കൂട്ടുകാരെ, ഇന്ത്യയുടെ മിസൈൽ വനിത എന്നാണ് ഈ മലയാളിയെ വിളിക്കുന്നത്. DRDO വന്നത് 58, പ്രവർത്തിക്കുന്നത് പ്രതിരോധ വകുപ്പിന്റെ കീഴില്, ആസ്ഥാനം ന്യൂഡൽഹി. DRDOയുടെ നിലവിലെ ചെയർമാൻ സമീർ വി കമ്മത്ത്. DRDOയുടെ ഡയറക്ടർ ജനറൽമാരിൽ ഒരാളായ മലയാളി വനിതയുടെ പേര് ടെസി തോമസ് എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമോ കൂട്ടുകാരെ? ഇന്ത്യയിലെ ആദ്യത്തെ TV ടെലികാസ്റ്റിംഗ് വന്നത് എന്ന് 1959 സെപ്റ്റംബർ 15 രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ സിന്ധു നദീജല കരാർ നിലവിൽ വന്നത് എന്ന് 1960 സെപ്റ്റംബർ 19 ഈ കരാർ പ്രകാരം ഇന്ത്യക്ക് ലഭിക്കുന്നത്, കൂട്ടുകാരെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നായ സിന്ധുവും അതിന്റെ പോഷക നദികളും ഇതാ 2 രാജ്യങ്ങൾക്കായി വെച്ച് തീരെഴുതി കൊടുക്കുകയാണ് സിന്ധു നദീജല കരാറിലൂടെ. ഈ കരാർ വന്നത് 60 സെപ്റ്റംബർ 19. ഈ കരാർ പ്രകാരം ഇന്ത്യക്ക് ലഭിക്കുന്നത് രവി, സത്ലജ്, ബിയാസ്. ഈ കരാർ പ്രകാരം പാകിസ്ഥാൻ ലഭിക്കുന്നത് സിന്ധു, ചെലം, ചെനാബ്. സാറേ, ഈ സിന്ധുവും ചെലവും ചെനാബ്, രവി, സത്ലജ്, ബിയാസ് എല്ലാം ഇന്ത്യക്കകത്തൂടല്ലേ ഒഴുകുന്നത്. അപ്പൊ പാകിസ്ഥാന് ലഭിക്കുന്നത് സിന്ധു, ചെലം, ചെനാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അവർ ഫ്ലൈറ്റ് പിടിച്ച് നേരെ അങ്ങോട്ടേക്ക് പോകുമോ? കൂട്ടരെ, അങ്ങനെയല്ല. ഇന്ത്യക്കകത്തൂടെ സിന്ധുവും ചെലവും ചെനാബും ഒഴുകിയാലും ഒരുപാട് വലിയ പദ്ധതികൾ അതിനിടയിൽ നിർമ്മിച്ചുകൊണ്ട് അതിൻ്റെ സ്വതവേയുള്ള സ്വാഭാവികമായ ഒഴുക്കിനെ ഇന്ത്യ എന്ത് ചെയ്യാൻ പാടില്ല? തടസ്സപ്പെടുത്താൻ പാടില്ല. ഈ നദികളിൽ, അതായത് സിന്ധുവിന്റെയും ചെലത്തിന്റെയും ചെനാബിന്റെയും
നദികളിലെ വെള്ളത്തിന്റെ നല്ലൊരു അംശവും ആർക്ക് അവകാശപ്പെട്ടതാണ്? പാകിസ്ഥാൻ അവകാശപ്പെട്ടതാണ്. ഇതാണ് ഇവിടുത്തെ പോയിന്റ്. എന്നാൽ രവി, സത്ലജ്, ബിയാസ് എന്നീ നദികളുടെ പരമാവധി വോളിയം ആർക്ക് അവകാശപ്പെട്ടതാണ്? ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണ്. സെറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കരാർ എവിടെ വെച്ച് ഒപ്പുവെച്ചു? കരാച്ചിയിൽ വെച്ച് ഒപ്പുവെച്ചു. ഇന്ത്യക്ക് വേണ്ടി ഈ കരാറിൽ ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന് വേണ്ടി ഈ കരാറിൽ കേണൽ അയൂബ് ഖാനും ഒപ്പുവെച്ചു. ഈ കരാറിന് മധ്യസ്ഥത വഹിച്ചത് വേൾഡ് ബാങ്ക്, ലോക ബാങ്ക്. കാര്യമായ പരിസ്ഥിതി പഠനം ഒന്നും നടത്താതെ കുറെ എഞ്ചിനീയർമാർ ചേർന്ന് തയ്യാറാക്കിയ ഈ കരാറിനെ പരിസ്ഥിതി പ്രവർത്തകർ എഞ്ചിനീയേഴ്സ് ബ്രോക്കേർഡ് ട്രീറ്റി എന്നും വിളിച്ച് അധിക്ഷേപിക്കാറുണ്ട്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. ഈ പറയുന്നത് പോലെ ഇന്ത്യയിൽ ആദ്യത്തെ TV ടെലികാസ്റ്റിംഗ് ആരംഭിച്ച വർഷം 1989 സെപ്റ്റംബർ 15. സിന്ധു നദീ ജല കരാർ നിലവിൽ വന്നതെന്ന് 1960 സെപ്റ്റംബർ 19. ഈ കരാർ പ്രകാരം ഇന്ത്യക്ക് ലഭിക്കുന്നത് രവി, സത്ലജ്, ബിയാസ്. പാകിസ്ഥാന് ലഭിക്കുന്നത് സിന്ധു, ചെലം, ചെനാബ്. ഈ കരാർ ഒപ്പുവെച്ചത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച്. ഇന്ത്യക്ക് വേണ്ടി കരാറിൽ ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന് വേണ്ടി ഒപ്പുവെച്ചത് കേണൽ അയൂബ് ഖാനും. ഈ കരാറിന് മധ്യസ്ഥത വഹിച്ചത് വേൾഡ് ബാങ്ക്. ഇത് പരിസ്ഥിതി പ്രവർത്തകർ എഞ്ചിനീയേഴ്സ് ബ്രോക്കേർഡ് ട്രീറ്റി എന്ന് വിളിക്കുന്നു. TV ടെലികാസ്റ്റിംഗ് 59 സെപ്റ്റംബർ 15. സിന്ധു നദീജല കരാർ 60 സെപ്റ്റംബർ 19. കൂട്ടുകാരെ അടുത്തതിലേക്ക് പോയിരിക്കുകയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നിലവിൽ വന്ന പ്രധാനപ്പെട്ട ഇരുമ്പുരുക്കുശാലകൾ ഏതൊക്കെ? BRD, RGB. ഒന്ന് പറയടേ. BRD, RGB. B for ബിലായി. R റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡിലും. R for റൂർക്കേല. G ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിലും. D for ദുർഗാപൂർ. B ബ്രിട്ടന്റെ സഹായത്തോടെ വെസ്റ്റ് ബംഗാളിലും സ്ഥാപിതമായി. ഒന്ന് പറയടേ. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നിലവിൽ വന്ന പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകൾ ഏതൊക്കെയാണ്? B ബിലായി റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡിലും. R റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിലും. D ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ വെസ്റ്റ് ബംഗാളിലും വന്നു. എന്റെ കൂട്ടുകാരെ, രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നിലവിൽ വരാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബിലായി ആണോ, റൂർക്കേലയാണോ, ദുർഗാപൂർ ആണോ, അതോ ബൊക്കാരോയാണോ? ബൊക്കാരോ വരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിലല്ല. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗായ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏറ്റവും ആധികാരികതയോടുകൂടി കണ്ടിരിക്കുകയാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി കാണാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കൂട്ടുകാരെ, ശ്രദ്ധിക്കുക. കൂട്ടുകാരെ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 56 ഏപ്രിൽ 1 മുതൽ 61 മാർച്ച് 31 വരെ. മറക്കരുത്, ഈ കാലയളവിൽ ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ നെഹ്റുവും ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയും. ഗുൽസാരിലാൽ നന്ദ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്ന കാലയളവ് 53 മുതൽ 62 വരെ. എന്ന് വെച്ചാൽ 1, 2, 3 പഞ്ചവത്സര പദ്ധതികളിൽ ഇദ്ദേഹം ഭാഗമായിട്ടുണ്ട്. കൂട്ടുകാരെ, ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 4.5%, നേടിയത് 4.27 അല്ലെങ്കിൽ 4.3%. ഉദ്ദേശിച്ച വളർച്ചാ നിരക്ക് കൈവരിക്കാത്തതിന്റെ കാരണം വിദേശ നാണയ കരുതലിലുണ്ടായ ഇടിവ്, എന്ന് വെച്ചാൽ ഡോളറിന്റെ ശേഖരത്തിലുണ്ടായ ഇടിവ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഉൾക്കൊള്ളുന്നത് സോഷ്യലിസ്റ്റ് ആശയമാണ്. 55 കോൺഗ്രസിന്റെ ആവടി സമ്മേളനം സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കണമെന്ന നയം സ്വീകരിക്കുന്നു. അതിനെ തുടർന്ന് വരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. സ്വാഭാവികമായും രണ്ട് ഉൾക്കൊള്ളുന്നത് സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കണം എന്ന ആശയങ്ങളായിരിക്കും അതിൽ കൂടുതൽ പ്രതിഫലിക്കുന്നത്. കൂട്ടുകാരെ, ഇത് വ്യവസായ പദ്ധതി എന്ന് അറിയപ്പെടുന്നു. മുൻതൂക്കം കൊടുത്തത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ വ്യാവസായിക പുരോഗതി, ഗതാഗത മേഖലയിലെ പുരോഗതി, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. എന്തുകൊണ്ടിത് വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു? മുൻതൂക്കം കൊടുക്കുന്നത് വ്യാവസായിക പുരോഗതി, ഗതാഗത മേഖലയിലെ പുരോഗതി, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. കൂട്ടുകാരെ, ഇത് PC മഹലാനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇദ്ദേഹം ഇതിന്റെ ശില്പി എന്നറിയപ്പെടുന്നു. കാരണം മറ്റൊന്നുമല്ല, ഇദ്ദേഹമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ ഇന്ത്യയിൽ വികസന സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ ശരിയായ ആസൂത്രണം ആരംഭിക്കുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ ഉത്തരം 2 ആണ്.
ഈ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ അദ്ദേഹം അത് നടപ്പിലാക്കിയത് കൊണ്ട് അദ്ദേഹത്തെ ആസൂത്രണത്തിന്റെ ശില്പി എന്നും അതുപോലെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നൊക്കെ വിളിക്കുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കാമോ? അടുത്തത് രണ്ടാം വ്യാവസായിക നയപ്രഖ്യാപനത്തോടെ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക നയപ്രഖ്യാപനം വളരെ ഇമ്പോർട്ടന്റ് ആണ് കൂട്ടുകാരെ. വരാൻ പോകുന്ന 10 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷം വ്യാവസായിക മേഖലയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നയം അതാണ് ഇതിൽ വെളിപ്പെടുത്തുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ടാം വ്യാവസായിക നയപ്രഖ്യാപനത്തോടു കൂടി ആരംഭിക്കുന്നതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. അങ്ങനെയെങ്കിൽ ഒന്നാം വ്യാവസായിക നയപ്രഖ്യാപനം എന്ന് നടക്കുന്നു 1948 ഏപ്രിൽ 6. എന്താണ് അതിന്റെ പ്രത്യേകത? ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിക്കുന്നത് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു. കൂട്ടുകാരെ, എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥ? സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും തുല്യ പങ്കാളിത്തം കൊടുത്തുകൊണ്ടുള്ള സാമ്പത്തിക പുരോഗതിയാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നതെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു. കൂട്ടുകാരെ, ഈ വ്യാവസായിക നയപ്രഖ്യാപനം അത്രമേൽ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? സാമ്പത്തിക ഭരണഘടന എന്ന് വിളിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാം വ്യാവസായിക നയ പ്രഖ്യാപനത്തോടെ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ആണല്ലോ രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇനി രണ്ടാം വ്യാവസായിക നയപ്രഖ്യാപനം എന്നാണ് നടക്കുന്നത്? 1956. ഇന്ത്യയിൽ വ്യാവസായിക പുരോഗതിക്ക് തുടക്കം കുറിച്ചത് എന്താണ്? രണ്ടാം വ്യാവസായിക നയപ്രഖ്യാപനമാണ്. ഇന്ത്യയിലെ വ്യവസായങ്ങളെ ഷെഡ്യൂൾ എ എന്നും ബി എന്നും സി എന്നും ഒക്കെ വേർതിരിച്ചത് അതും രണ്ടാം വ്യാവസായിക നയപ്രഖ്യാപനമാണ്. എയിലെ വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്ക് മാത്രമായും ബിയിലെ വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും സിയിലെ വ്യവസായങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് മാത്രമായും എന്ത് ചെയ്തിരിക്കുന്നു? വേർതിരിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിലേ ഇന്ത്യയിൽ ലൈസൻസ് രാജിന് വഴിതെളിച്ചതും എന്ത് തന്നെയാണ്? വ്യാവസായിക പുരോഗതിക്ക് വഴിതെളിച്ചു. ശരി തന്നെ, സമ്മതിച്ചു. പക്ഷേ ലൈസൻസ് രാജ്, എന്തിനും ഏതിനും ഒരു ലൈസൻസ് വേണമെന്നൊരു അവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടുചെന്ന് എത്തിച്ചതും രണ്ടാം വ്യാവസായിക നയ പ്രഖ്യാപനമാണ്. ഖാദി ബോർഡ് നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. കഴിഞ്ഞ LDC മെയിൻസിന് ചോദിച്ച ചോദ്യം. കൂട്ടുകാരെ, ഒരു ചോദ്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഒരു പുതിയ ചോദ്യമാണ് കേട്ടോ. ഏതെന്നറിയാമോ? കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മെയിൻസ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു. ഏത് ചോദ്യം? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്, പിതാവെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? PC മഹലനോബിസ് ആണ്. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹമാണ് അത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ വികസന ആസൂത്രണ നയം നടപ്പിലാക്കിയത് എന്നുള്ളത് കൊണ്ട് തന്നെ. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ വ്യാപകമായി എണ്ണ പര്യവേക്ഷണത്തിന് നേതൃത്വം കൊടുത്ത പഞ്ചവത്സര പദ്ധതി 2. സ്ഥാപനം ONGC, നേതൃത്വം കൊടുത്ത വ്യക്തി നെഹ്റു, സഹകരിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരെ, ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിക്കപ്പെട്ടത് 56. LIC നിലവിൽ വന്നത് 56 സെപ്റ്റംബർ 1. LICക്ക് വേണ്ടി പാർലമെന്റ് നിയമം പാസ്സാക്കിയത് 56 ജൂൺ 18. LICയുടെ ആസ്ഥാനം മുംബൈ. LICയുടെ ആപ്തവാക്യം യോഗക്ഷേമം വഹാമ്യഹം. LICയുടെ നിലവിലെ ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദേശീയപാത നിയമം നിലവിൽ വന്ന വർഷം 56. നിലവിൽ റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി. ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ ദൈർഘ്യമേറിയ നിയമം കമ്പനീസ് ആക്ട് ഓഫ് 1956. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയത് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. UGC നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. പക്ഷെ UGCക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി കിട്ടിയത്, പാർലമെന്റ് UGCക്ക് വേണ്ടി ഒരു നിയമം പാസ്സാക്കിയത് 56 രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ്. കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങളും, അതായത് കേരളവും മറ്റ് 13, ടോട്ടൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരാൻ കാരണമായ ഭേദഗതി 7ാം ഭേദഗതി 1956 കൂട്ടുകാരെ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇതിനെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് എന്നാണ് വിളിക്കുന്നത്. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിന് വേണ്ടി ശുപാർശ കൊടുത്തത് 53 നിലവിൽ വന്ന ഫസൽ അലി കമ്മീഷനാണ്. ഇതിനെയല്ലേ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്ന് വിളിക്കുന്നത് തന്നെ. ഈ ഫസൽ അലി കമ്മീഷനിൽ ആരൊക്കെയുണ്ട്? ഫസൽ അലി, HN ഖുസ്രു, സർദാർ KM മണിക്കർ. സാറേ, അപ്പൊ ഫസൽ അലി കമ്മീഷനിൽ ഉണ്ടായിരുന്ന മലയാളിയാണ് സർദാർ KM മണിക്കർ. ക്ലിയർ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, 57 ഏപ്രിൽ 1 രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് വെൽത്ത് ടാക്സ് വന്നത്. ടാക്സിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 265. വെൽത്ത് ടാക്സ് 57 ഏപ്രിൽ 1 രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇൻകം ടാക്സ് 62 ഏപ്രിൽ 1 മൂന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ വാല്യൂ ആഡഡ് ടാക്സോ 2005 ഏപ്രിൽ 1 10ാം പഞ്ചവത്സര പദ്ധതി. സാറേ, GSTയോ 2017 ജൂലൈ 1 12ാം പഞ്ചവത്സര പദ്ധതി. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, നെഹ്റു 57 ആരെ നിയമിക്കുന്നു? ബൽവന്ത് റായ് മെഹത്തെ നിയമിക്കുന്നു. ലക്ഷ്യം എന്താണ്? 52 ഒക്ടോബർ 2 CDP കുറിച്ചും 53 ഒക്ടോബർ 2 NES കുറിച്ച് നീ പോയി പഠിച്ചിട്ട് വാടാ.
ശരി, സൂപ്പറായിട്ട് പഠിച്ചിട്ട് വരുന്നു, നല്ല റിപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. എന്താണ് മിസ്റ്റർ നെഹ്റു, താങ്കൾ ഇനി ഇതേപോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ത്രിതല പഞ്ചായത്ത് സംവിധാനം രൂപീകരിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് വന്നു? 59 ഒക്ടോബർ 2. എവിടെ വന്നു? രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ. അത് ഉദ്ഘാടനം ചെയ്തത് ആര്? ജവഹർലാൽ നെഹ്റു. ദക്ഷിണേന്ത്യയിൽ വന്നതോ? അത് 1959. ആര് ഉദ്ഘാടനം ചെയ്തു? നമ്മുടെ ജവഹർലാൽ നെഹ്റു തന്നെ ഉദ്ഘാടനം ചെയ്തു. കൂട്ടുകാരെ ശ്രദ്ധിക്കുക, ദക്ഷിണേന്ത്യയിൽ വന്നത് ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. കൂട്ടുകാരെ, ഈ പറഞ്ഞതുപോലെ DRDO നിലവിൽ വരികയാണ് 1958 ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. DRDO പ്രവർത്തിക്കുന്നത് കേന്ദ്ര പ്രതിരോധ വകുപ്പിന്റെ കീഴിലാണ്. DRDO അതിന്റെ സർവ്വശക്തിയും സംഭരിക്കുന്നത് ചെയർമാനായ ആര് വരുമ്പോഴാണ്? APJ അബ്ദുൽ കലാം വരുമ്പോഴാണ്. DRDO പ്രവർത്തിക്കുന്നത് കേന്ദ്ര പ്രതിരോധ വകുപ്പിന്റെ കീഴിലാണ്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നിലവിലെ ചെയർമാൻ സമീർ V കമ്മത്താണ്. DRDOയുടെ നിലവിലെ ഡയറക്ടർ ജനറൽമാരിൽ ഒരാളായ മലയാളി വനിതയാണ് ടെസി തോമസ്. കൂടാതെ ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ലൈവ് TV ടെലികാസ്റ്റിംഗ് ആരംഭിച്ച വർഷം 1959 സെപ്റ്റംബർ 15. എടേ, സിന്ധു നദീജല കരാർ അത് 1960 സെപ്റ്റംബർ 19. TV ടെലികാസ്റ്റിംഗ് 59 സെപ്റ്റംബർ 15, ഇത് 60 സെപ്റ്റംബർ 19. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വലിയ നദി ഏത്? സിന്ധു. ഈ സിന്ധുവിനെ ഇന്ത്യക്കും പാകിസ്ഥാനുമായി തീരെഴുതി കൊടുക്കുകയാണ് ഈ കരാറ്. ഈ കരാർ പ്രകാരം ഇന്ത്യക്ക് രവി, സത്ലജ്, ബിയാസ്, പാകിസ്ഥാന് സിന്ധു, ചെലം, ചെനാബ്. കൂട്ടുകാരെ, ഈ കരാറ് ഒപ്പുവെക്കുന്നത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ചിട്ടാണ്. ഈ കരാറ് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന് വേണ്ടി ഒപ്പുവെച്ചത് കേണൽ അയൂബ് ഖാനും. ഇതിന് മധ്യസ്ഥത വഹിച്ചത് വേൾഡ് ബാങ്കും. കാര്യമായ പരിസ്ഥിതി പഠനമൊന്നും നടത്താതെ കരാറായതുകൊണ്ട് ഇതിനെ എഞ്ചിനീയേഴ്സ് ബ്രോക്കർഡ് ട്രീറ്റി എന്നും വിളിക്കുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവിൽ നിലവിൽ വന്ന പ്രധാനപ്പെട്ട ഇരുമ്പുരുക്കു ശാലകളാണ് BRD, ബിലായി, റൂർക്കേല, ദുർഗാപൂർ. ബിലായി റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡിലും, റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിലും, ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ വെസ്റ്റ് ബംഗാളിലും വരുന്നു. കൂട്ടുകാരെ, ഇതെവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമുക്കിനി ചോദ്യങ്ങളിലേക്ക് പോകാം.